ആവേ മരിയ, പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയ പ്രതിഷ്ഠ 29-ാം ദിവസം. പരിശുദ്ധ കന്യകാമറിയം നൽകുന്ന സന്ദേശം. എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, എൻ്റെ മാതൃഹൃദയത്തിന് സ്വയം സമർപ്പിച്ച എല്ലാ ആത്മാക്കൾക്കും സ്വർഗീയ കൃപകൾ ലഭിക്കുവാൻ അർഹതയുണ്ട്. കൃപകൾക്ക് പരിധി വച്ചിട്ടില്ല. നിങ്ങൾ എൻ്റെ മഹാവിജയത്തിൻ്റെ പൂർത്തീകരണമാണ്. നിത്യരക്ഷയുടെ ദാനങ്ങളാണ് ഞാൻ നൽകുന്നത്. ആത്യന്തികമായി നിങ്ങൾ എൻ്റെ പുത്രൻ ഈശോയുടെ ഹൃദയത്തിൻ്റെ സാക്ഷികളാണ്. മകൻ്റെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും പ്രത്യക്ഷീകരണങ്ങളാണ്. വിമല ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കുകാരും വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടവരുമാണ്. നിങ്ങൾ മുഴു മനസ്സോടെ ചെയ്യേണ്ട കാര്യം ഇതാണ്. എൻ്റെ മകൻ്റെ പ്രകാശം കൂടുതൽ ആദരിക്കപ്പെടണം. ഈ ലോകത്തിൽ കൂടുതൽ സ്നേഹിക്കപ്പെടണം. ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. വഴികാട്ടി. ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാഥ അഭൂതപൂർവമായി പ്രകാശിക്കുന്നുണ്ട്. കരുണയിലും ശക്തിയിലും കൃപയിലും. നിർഭാഗ്യ പാപികളെ സ്നേഹപൂർവം സ്വീകരിച്ച് മടക്കിക്കൊണ്ടുവരാനും മാനസാന്തരവും സമർപ്പണവും നവീകരണവും പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് നൽകാനും അമ്മ കരുണയോടെ വരുന്നു. ദൈവത്തിനെതിരായി യുദ്ധം ചെയ്യുന്ന സാത്താനെ തോൽപ്പിക്കാൻ ഒരു വലിയ സേനയെ തന്നെ മറിയം വിന്യസിക്കുന്നുണ്ട്. കൃപയുടെ പ്രകാശവുമായി അമ്മ വരുന്നുണ്ട്. തൻ്റെ യോദ്ധാക്കൾക്ക് മനഃശക്തി നൽകാൻ, തിന്മയ്ക്കെതിരായ യുദ്ധം നയിക്കാൻ അമ്മ വരുന്നു. കാരണം സാത്താൻ വിശുദ്ധിയിലേക്കുള്ള വഴിയിലെല്ലാം കെണികൾ ഒരുക്കുന്നു, വിശുദ്ധരെ പീഡിപ്പിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം. ഈ യുദ്ധം മറിയവും സാത്താനും തമ്മിലാണ്. തിന്മയുടെ തല അവൾ കാൽക്കീഴായി ചവിട്ടി തകർക്കും. ഈ അവസാന യുദ്ധത്തിലാണ് നാമും പങ്കുചേരുന്നത്. അമ്മയെ നമ്മുടെ രാജ്ഞിയെ പ്രഖ്യാപിക്കാൻ നാം ഒന്നുചേരുന്നു. ഈ മഹാവിജയം ആരംഭിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളിലാണ്. ഇത്രയും നാൾ ഉറങ്ങിക്കിടന്നിരുന്ന ഹൃദയത്തിൽ മാതൃവിജയം ഇപ്പോൾ ഉണർന്നു കഴിഞ്ഞല്ലോ. പ്രവൃത്തിപദം. നമ്മുടെ സമർപ്പണമാണ് അമ്മയെ ലോകത്തിന് പ്രസിദ്ധപ്പെടുത്തി കൊടുക്കുന്നത്. എല്ലാവരിലേക്കും അമ്മയുടെ കൃപ എത്തിക്കുന്നതിനാണ് ഈ മാർഗം. അമ്മയുടെ വിജയത്തിന് വേണ്ടിയുള്ള യുദ്ധത്തിൽ നാം സത്യത്തിൻ്റെ പ്രകാശകിരണങ്ങളാകണം. സാത്താൻ നയിക്കുന്ന യുദ്ധം അമ്മയുടെ മക്കൾക്കെതിരായി തന്നെയാണ്. സാത്താൻ അഹങ്കാരം മുഖേന നഷ്ടപ്പെടുത്തിയത് മറിയം എളിമയിലൂടെ നേടി. അനുസരണക്കേട് മുഖേന സാത്താൻ നഷ്ടപ്പെടുത്തിയത് പരിപൂർണ കീഴ്വഴക്കത്തിലൂടെയും സ്വാർത്ഥോപേക്ഷിക്കലിലൂടെയും അമ്മ നേടിയെടുത്തു. ആദ്യ പാപം വഴി ദൈവം സൃഷ്ടിച്ച പറുദീസ നശിപ്പിക്കപ്പെട്ടു. പരിശുദ്ധ കന്യാമറിയമാകട്ടെ മക്കളെ രക്ഷിക്കാൻ വിശ്വസ്ത വൃത്തിയെപ്പോലെ ശ്രമിക്കുന്നു. ഈശോയുടെ ഹൃദയം ലോകത്തിലെ എല്ലാ ആത്മാക്കളെയും രക്ഷിക്കാൻ വേണ്ടി അമ്മ നേടിയ ആത്മാക്കളെയെല്ലാം ഈ മക്കൾ സമർപ്പിക്കുന്നു. അവർ സ്വയം സമർപ്പിക്കുകയും ചെയ്യുന്നു. വെളിച്ചവും ഇരുട്ടും തമ്മിലാണ് യുദ്ധം. യുദ്ധത്തിൻ്റെ കെടുതികളാണ് നാം ഈ കാലഘട്ടത്തിൽ കാണുന്നതും അനുഭവിക്കുന്നതും. എളിമയുള്ള ആത്മാവ് അഹങ്കാരിയെ പരാജയപ്പെടുത്തുമെന്ന് നാം ഓർക്കുക. പ്രാർത്ഥന. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയമേ, അമ്മയുടെ വിജയത്തിൻ്റെ മഹത്വം എന്നിലൂടെ പ്രകടമാക്കണമേ. ഈ യുദ്ധത്തിൽ എന്നെ ബലപ്പെടുത്തണമേ. ആത്മാക്കൾക്ക് വേണ്ടിയുള്ള യുദ്ധം ഒരിക്കലും ഇത്ര കഠിനമായിരുന്നിട്ടില്ലല്ലോ. സമർപ്പണം വഴി ഞാൻ എന്നെ പൂർണ്ണമായി മറന്ന് അങ്ങേക്ക് നൽകട്ടെ. യുദ്ധമുന്നണിയിൽ എന്നെ നിർത്തണമേ. പുണ്യങ്ങൾ എൻ്റെ ആയുധങ്ങളാകട്ടെ. സത്യമാകുന്ന പടവാൾ ഞാൻ കയ്യിലെടുക്കട്ടെ. അമ്മയുടെ മഹാവിജയത്തിൻ്റെ കൊടിക്കീഴിൽ ഞങ്ങൾ യുദ്ധം ചെയ്യട്ടെ. വചനം പഠിപ്പിക്കുന്ന തത്വങ്ങളും ധാർമ്മിക നിയമങ്ങളും എൻ്റെ ഉറച്ച വിശ്വാസമാകട്ടെ. പ്രാർത്ഥന എനിക്ക് ശക്തമായ കോട്ടയാകട്ടെ. പ്രാർത്ഥനയിലൂടെ അമ്മയോടും പരിശുദ്ധാത്മാവിനോടും ഞാൻ ഒന്നായിരിക്കട്ടെ. എനിക്ക് വരുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും സഹിക്കാനുള്ള ബലം നൽകി എൻ്റെ ആത്മാവിനെ ഉറപ്പിക്കണമേ. അമ്മയുടെ വിജയത്തിൽ ഞാൻ എന്നും ആഹ്ലാദിക്കാൻ ഇടയാക്കണമേ. ആമേൻ. ഇന്നത്തെ വചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 48-49 വാക്യങ്ങൾ. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ആമേൻ. അനുദിന പ്രാർത്ഥനകൾ ചൊല്ലുക.